ഇന്ത്യ ഫിലിപ്പീൻസിന് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നൽകിയിരുന്നു. ചൈനയിൽ നിന്ന് നിരന്തര സമ്മർദ്ദം വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ആയുധ കൈമാറ്റം ഏറെ ശ്രദ്ധയും നേടിയിരുന്നു. ഇപ്പോൾ ഇതിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ചൈന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ഒരു മൂന്നാം കക്ഷിയുടെ താൽപ്പര്യത്തിനും പ്രാദേശിക സ്ഥിരതയ്ക്കും ഹാനികരമാകരുതെന്നാണ് ചൈന തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പീൻസുമായി രൂക്ഷമായ അതിർത്തി തർക്കങ്ങളുള്ള രാജ്യമാണ് ചൈന. സൗത്ത് ചൈന കടൽ മുഴുവൻ തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച ചൈന പ്രദേശത്തുള്ള മറ്റൊരു രാജ്യത്തിൻ്റെയും സമുദ്രാതിർത്തി അംഗീകരിക്കുന്നില്ല. ഇതിനെ തുടർന്ന് ചൈനയും അവരുടെ അയൽരാജ്യങ്ങളും തമ്മിൽ സംഘർഷം പതിവാണ്. എന്നാൽ ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകിയതോടെ മേഖലയുടെ ചൈനയുടെ അപ്രമാദിത്വത്തിന് വലിയ വെല്ലുവിളിയാണ് വന്നിരിക്കുന്നത്. സൂപ്പർസോണിക് മിസൈലുകളുടെ വിഭാഗത്തിൽ ഏറ്റവും ആധുനികമായ മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ്. ഇത് ഫിലിപ്പീൻസിന് ലഭിച്ചതോടെ സൈനിക ശക്തിയിൽ രാജ്യം കുറച്ചുകൂടി ശക്തമായി. ചൈനയുടെ സമ്മർദ്ദമൊന്നും ഇനി പഴയതുപോലെ നടക്കില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ചൈനീസ് സൈന്യം രംഗത്തെത്തിയത്. ആയുധ കൈമാറ്റത്തിനായി ഫിലിപ്പീൻസുമായി $375 മില്യൺ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം 2 വർഷത്തിനിടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് വിതരണം ചെയ്തത്. ദക്ഷിണ ചൈന കടലിൽ ചൈന ഫിലിപ്പീൻസ് സംഘർഷം തുടരുന്നതിനിടയിൽ ഫിലിപ്പീൻസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ നേരത്തെ രംഗത്തെത്തിയിരുന്നു. മനിലയിൽ വെച്ച് ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി എൻറിക് മനാലോയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ദക്ഷിണ ചൈന കടലിൽ ചൈന തുടരുന്ന അക്രമോത്സുകമായ നടപടികൾക്കെതിരെ ഫിലിപ്പീൻസ് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിറകെയാണ് ഇന്ത്യയുമായി കൂടിക്കാഴ്ച നടന്നത്. സമീപകാലത്തായി ഇന്ത്യയും ഫിലിപ്പീൻസും സുരക്ഷാ പ്രതിരോധ മേഖലകളിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം വളർത്തിയെടുത്തിരുന്നു. സമുദ്ര നിയമങ്ങളെക്കുറിച്ചുള്ള UN ഉടമ്പടി പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്ന് ചൈനയുടെ പേരെടുത്ത് പറയാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. സമുദ്ര ഭരണഘടന എന്നാണ് UN സമുദ്ര നിയമങ്ങളെ ജയശങ്കർ വിശേഷിപ്പിച്ചത്. ദേശീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഫിലിപ്പീൻസിൻ്റെ ശ്രമങ്ങൾക്കുള്ള പിന്തുണ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അന്ന് തന്നെ ഇന്ത്യയുടെ നിലപാടിൽ ചൈന അതിർത്തി രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്രാതിർത്തി പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാനുള്ള അധികാരമില്ലെന്ന് ചൈനീസ് വക്താവ് ജിൻ ജിയാൻ പറഞ്ഞത്. ഫിലിപ്പീൻസിൻ്റെ നിയമാനുസൃത സമുദ്ര പ്രവർത്തനങ്ങൾക്കെതിരായി ചൈന നടത്തുന്ന അപകടകരമായ പ്രവർത്തനങ്ങളെ US അപലപിച്ചിരുന്നു.